ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാണെന്നു ഭാരിക്കുമോ. വളരെ മാന്യനും ധനികനുമായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ന്യായപ്രമാണമെല്ലാം അനുസരിക്കുന്നവനും ചുറ്റുമുള്ള അവൻ്റെ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും നല്ലവണ്ണം ഇടപഴകുകയും ചെയ്യുന്ന നല്ലവനായ ഒരു യുവാവ്. ആ യുവാവ് ഒരു അധികാരിയും കൂടിയാണ്. എന്തോ ഒരു ഭരണവും അവനുണ്ട്. ഒരു ഭരണാധികാരിയാണ് അവൻ. ആ യുവാവ് കർത്താവിൻ്റെ അടുത്ത് വന്ന് നിത്യജീവൻ എങ്ങനെ അവകാശമാക്കാം എന്ന് വന്ന് ചോദിക്കുകയാണ്. നമുക്കവിടെ കാണാം, അവൻ യേശുവിനെ അഭിസംബോധന ചെയ്തത് നല്ല ഗുരു എന്നാണ്. ആ അഭിസംബോധന ഒന്ന് യേശുവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ക്രിസ്തുവും വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവാം, ഈ മനുഷ്യൻ തന്നെ ആഹ്ലാദിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യേശു ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്ന് അവന് ഉത്തരം കൊടുക്കുന്നത്. താൻ ദൈവമാണെന്നും യഹൂദ മതാനുസാരികൾ കാത്തിരിക്കുന്ന മെശിഹായാണ് താൻ എന്നും വേണമെങ്കിൽ യേശുവിനെ ആ യുവാവിനോട് പറയാമായിരുന്നു. എന്നാൽ തൻ്റെ വ്യക്തിത്വത്തിനല്ല ഈ ഒരു സമയം ക്രിസ്തു ഊന്നൽ നൽകുന്നത്. തൻ്റെ അടുത്ത് വന്ന ആ മനുഷ്യൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവന് കൊടുക്കുകയാണ്. നല്ലവനായ ദൈവത്തെ മാത്രം സ്നേഹിക്കുവാനും ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കുവാനും അങ്ങനെ നിത്യജീവനെ പ്രാപിക്കുവാനും സാധിക്കുമെന്ന് കർത്താവ് ആ യുവാവിനോടും ഇപ്പോൾ ആ യുവാവിനോട് പറഞ്ഞത് കേട്ടതിലൂടെ നമ്മളോടും നല്ലവനായ ദൈവം ക്രിസ്തു നമ്മളോട് പറയുകയാണ്. ആ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്കും ആ വാക്കുകൾക്കൊത്ത് പ്രവർത്തിക്കുവാൻ നമ്മുടെ മനസ്സിനും സാധിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ മുഖാന്തരമാക്കട്ടെ. നല്ലൊരു പ്രഭാതം നേരുന്നു.